സമരം പിൻവലിച്ചിരിക്കുന്നു CJP. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ വി കാൻറ്റ് ബി സൈലന്റ് എനിമോർ. ഒരു സമരത്തെയും ലാത്തി കൊണ്ട് നിശബ്ദമാക്കാമെന്നാരും കരുതേണ്ടതില്ല. ഞാൻ ബഷീർ കാപ്പാട് എഴുതിയ വരികൾ വായിക്കുകയായിരുന്നു. അന്ധത ബാധിച്ച മസ്തിഷ്കങ്ങളല്ല, നിഷ്പക്ഷമായി ചിന്തിക്കുന്ന തലച്ചോറുകളാണ് നാളത്തെ ഇന്ത്യയെ നിർണ്ണയിക്കുക എന്നതാണ്. അപ്പോൾ PR സുനിൽ, CJPയുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുകയാണ്. കേന്ദ്ര സർക്കാർ കീഴടങ്ങിയിരിക്കുന്നു. കേസുകളിൽ ഉൾപ്പെടെ തുടർ നടപടികൾ ഉണ്ടാകില്ല. പരമാവധി ധനസഹായം നൽകുമെന്ന് സമ്മതിക്കുകയാണ്. പരീക്ഷാ പരിഷ്കരണം, അതാണ് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിലും മാർഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. 5 മാർഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് CJP. അതിലൊക്കെ തന്നെയും ചർച്ചകൾക്ക് കൂടി തയ്യാറാകുന്നു എന്നതാണ് PR സുനിൽ. വിനീത, തീർച്ചയായും വിദ്യാർത്ഥികൾ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ ഏതാണ്ട് എല്ലാം തന്നെ കേന്ദ്ര സർക്കാർ അംഗീകരിക്കുകയാണ്. ആ അംഗീകരിക്കുന്ന സാഹചര്യത്തിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം എന്നതാണ്. രാജിവെച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇനി മറ്റുള്ള ആവശ്യങ്ങൾ കൂടി അംഗീകരിക്കാമെന്ന് ഇപ്പോൾ കേന്ദ്രമന്ത്രിമാരായ JP നദ്ദയും ജിതേന്ദ്ര സിംഗും ഉറപ്പ് നൽകിയിരിക്കുകയാണ്. ചൊവ്വാഴ്ചയ്ക്കകം അത് രേഖാമൂലം എഴുതി നൽകും എന്നുകൂടി ഉറപ്പ് ലഭിച്ചിരിക്കുന്നു. അപ്പോൾ ഇനി ഈ സമരം തുടരേണ്ടതില്ല എന്നതാണ് CJPയുടെ നിലപാട്. ആ നിലപാടാണ് ഇപ്പോൾ CJPയുടെ വക്താക്കൾ ഇപ്പോൾ മാധ്യമങ്ങളോട് അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും സമാധാനപരമായി ഈ സമരം വിജയിച്ചതോടെ പിരിഞ്ഞു പോകണം, ജന്തർ മന്ദറിൽ നിന്ന് പിരിഞ്ഞു പോകണം എന്നിപ്പോൾ സമര നേതാക്കൾ ആഹ്വാനം ചെയ്യുകയാണ്. ഏതായാലും ഈ യുവാക്കൾ നേടിയ വിജയം ചെറുതല്ല. അത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ തന്നെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു സമര വിജയമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതേസമയം ഇനി കേന്ദ്ര സർക്കാർ എങ്ങനെയായിരിക്കും വരും ദിവസങ്ങളിൽ മുന്നോട്ട് പോവുക എന്നതടക്കമുള്ള വലിയ ചോദ്യങ്ങളുണ്ട്. കാരണം പരീക്ഷാ രംഗത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടി വരും. ഇപ്പോൾ പുതിയ നിയമം കൊണ്ടുവരുന്നു. ആ നിയമം എന്നത് ചോദ്യപേപ്പർ ചോർച്ച തടയുന്നതിനുള്ള ശക്തമായ നിയമമാണ് എന്നാണ് കേന്ദ്ര സർക്കാർ അവകാശപ്പെടുന്നത്. അതിനി പാർലമെന്റിൽ അവതരിപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇനി പ്രതിപക്ഷത്തിന്റെയൊക്കെ തന്നെ ആക്രമണങ്ങളുടെ മൂർച്ച കൂടും എന്നതുകൂടി നമ്മൾ കാണണം. കാരണം ഇനി ആ ബില്ല് പാർലമെന്റിൽ ചർച്ചയ്ക്ക് വെക്കുമ്പോൾ അതിനെ പ്രതിപക്ഷം പൂർണ്ണമായി അംഗീകരിക്കുമോ, കൂടുതൽ വ്യവസ്ഥകൾ വേണം എന്നാവശ്യപ്പെടുമോ, അതിനുശേഷം അയോധ്യയിലെ സംഭാവനക്കുള്ള ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ വരാം, കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ അടക്കമുള്ള കാര്യങ്ങളുണ്ട്. ഇപ്പോൾ തന്നെ കർഷക സംഘടനകളൊക്കെ തന്നെ കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ രാജിവെക്കണം എന്നുകൂടി ആവശ്യപ്പെട്ടുള്ള പ്രചരണം ആരംഭിച്ചിട്ടുണ്ട്. കാരണം അമേരിക്ക, UK ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായുള്ള സ്വതന്ത്ര വ്യാപാര കരാർ ഇന്ത്യൻ കാർഷിക മേഖലയ്ക്ക് വലിയ ആഘാതമാണ് ഉണ്ടാക്കുന്നതെന്ന ചർച്ചകൾ വളരെ സജീവമായി തുടരുകയാണ്. അമേരിക്കൻ ഉൽപ്പന്നങ്ങളൊക്കെ തന്നെ ഇന്ത്യൻ വിപണിയിലേക്ക് വരാൻ പോകുന്നു എന്നത് കർഷകരെ സംബന്ധിച്ച് വലിയ ആശങ്കയാണ്. അപ്പോൾ അതടക്കമുള്ള രാഷ്ട്രീയ വിഷയങ്ങൾ കൂടി ഇനി നരേന്ദ്രമോദി സർക്കാരിന് നേരിടേണ്ടി വരും. അത് എങ്ങനെയായിരിക്കും നരേന്ദ്രമോദി സർക്കാർ അതിനെയൊക്കെ നേരിടുക എന്നതുകൂടി വളരെ പ്രധാനപ്പെട്ടതാണ്. ഏതായാലും ഒരു മന്ത്രിയെ രാജിവെപ്പിക്കാൻ ഈ സമരത്തിന് കഴിഞ്ഞു എന്നത് തീർച്ചയായും വലിയ വിജയം തന്നെയാണ്. ആ വിജയം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ സമരം അവസാനിപ്പിക്കാൻ CJP തീരുമാനിച്ചിരിക്കുന്നു.